നമസ്കാരം, ഞാൻ മനോജ് നെടിയേക്കൽ. സ്വർണ്ണവില സംസ്ഥാനത്ത് ഇടിഞ്ഞിരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞിരിക്കുന്നത് 4080 രൂപയുടെ ഇടിവ്. ഇന്നലെ ഉച്ചയ്ക്ക് സ്വർണ്ണവില 97,360 രൂപയായിരുന്നു ഒരു പവൻ്റെ വില. ഇന്നത് 93,280 രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അതായത് ഒറ്റ ദിവസം കൊണ്ട് 4080 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഓരോ പവൻ കൈവശമുള്ളവർക്കും ഇന്ന് 5000 രൂപയുടെ നഷ്ടമാണ് ഏകദേശം വന്നിരിക്കുന്നത്. മിനിമം എല്ലാ വീടുകളിലും 10 പവനും അതിൽ കൂടുതലും നിലവിലുണ്ട്. അപ്പോൾ അവർക്ക് 50,000 രൂപയുടെ നഷ്ടമാണ് ഓരോ വീട്ടുകാർക്കും വന്നിരിക്കുന്നത്. സ്വർണം ഇല്ലാത്ത ഒരു വീടും ഇല്ല എന്ന് വേണേൽ പറയാം. സ്വർണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് വൻ ആശ്വാസം സമ്മാനിച്ച് ഇന്ന് വിലയിൽ വൻപൻ ഇടിവ്. സംസ്ഥാനത്ത് പവന് ഒറ്റയടിക്ക് ഇടിഞ്ഞത് 2480 രൂപ കുറഞ്ഞു. വില 93,280 രൂപയായി. ഇന്നലെ രാവിലെ വില സർവകാല ഉയരമായ 97,360 രൂപയായിരുന്നു. ഇതോടെ ഇന്നലെ ഉച്ചയ്ക്കും ഇന്ന് രാവിലെയുമായുമാണ് പവന് കുറഞ്ഞത് 4080 രൂപ. അതായത് ഒരു ദിവസം കൊണ്ട് കുറഞ്ഞത് 4080 രൂപയാണ്. സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം വിലയിടിവ് ആദ്യമാണ്. ഗ്രാം വില ഇന്ന് 310 രൂപ ഇടിഞ്ഞ് 11,660 രൂപയിലെത്തിയിരിക്കുകയാണ്. ഒരു വിഭാഗം വ്യാപാരികൾ 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇന്ന് ഗ്രാമിന് 260 രൂപ കുറച്ച് 9,640 രൂപയാക്കി. വെള്ളിവില ഗ്രാമിന് 5 രൂപ കുറഞ്ഞു 180 രൂപ. മറ്റൊരു വിഭാഗം വ്യാപാരികൾ 18 ക്യാരറ്റിന് നൽകിയ വില ഗ്രാമിന് 260 രൂപ കുറച്ച് 9,590 രൂപയാണ്. വെള്ളിക്ക് ഇവർ ഈടാക്കുന്നത് 5 രൂപ കുറച്ച് 175 രൂപയും. 14 ക്യാരറ്റ് സ്വർണത്തിന് വില 7,470 രൂപയും. 9 ക്യാരറ്റിന് 4,820 രൂപയുമാണ്. വിവാഹം ഉൾപ്പെടെ അനിവാര്യ ആവശ്യങ്ങൾക്കായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് മുൻകൂർ ബുക്കിങ്ങിനും മറ്റും പ്രയോജനപ്പെടുത്താവുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിഞ്ഞത്. അതേസമയം സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് 3% GSTയും 59.10 രൂപ ഹോൾമാർക്കിംഗ് ഫീസ് 3 മുതൽ 35% വരെ ആക്കാവുന്ന പണിക്കൂലിയും എന്നിവയും ബാധകമാണ്. എന്തുകൊണ്ടാണ് സ്വർണം വീണത്? കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഔൺസിന് 4,381 രാജ്യാന്തര വില ഒറ്റയടിക്ക് താഴ്ന്നിറങ്ങിയത് 4,009.80 ഇപ്പോൾ 4,130 അല്പം കയറി. ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഗ്രാമിന് 200 രൂപയും പവന് 2,000 രൂപയ്ക്ക് അടുത്ത് കൂടി ഇന്ന് കുറയേണ്ടതായിരുന്നു. രാജ്യാന്തര വില ഓരോ ഡോളർ കുറയുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് ശരാശരി 2 രൂപയെങ്കിലും കുറയേണ്ടതാണ്. എന്നാൽ രാജ്യാന്തര വില നഷ്ടം അല്പം നികത്തിയത് തിരിച്ചടിയാവുകയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് 4,000 രൂപയിലധികം ഇന്ന് പവന് കുറയുമായിരുന്നു. എന്തുകൊണ്ടാണ് സ്വർണം വീണത്? കാരണങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാരണം, വില ഔൺസിന് 4,381 എന്ന റെക്കോർഡിൽ എത്തി നിൽക്കെയാണ് US-ഉം ചൈനയും തമ്മിൽ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ തെളിഞ്ഞതും വ്യാപാര യുദ്ധം വൈകാതെ അവസാനിച്ചേക്കും എന്ന വിലയിരുത്തലുകൾ ഉണ്ടായതും നിക്ഷേപകർ സമയം കളയാതെ പൊടുന്നനെ ലാഭമെടുപ്പിലേക്ക് കടന്നത് സ്വർണ്ണവിലയിൽ ആഘാതമായി. രണ്ടാമത്തെ കാരണം, സാമ്പത്തിക അനിശ്ചിതത്വം, ഭൗമരാഷ്ട്രീയ സംഘർഷം, വ്യാപാര യുദ്ധം തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് സ്വർണം സുരക്ഷിത നിക്ഷേപം എന്ന ഖ്യാതി നേടി കുതിക്കാറുള്ളത്. ഇത്തരം സാഹചര്യങ്ങൾ മായുന്നു എന്ന വിലയിരുത്തലാണ് ലാഭമെടുപ്പിന് കളമൊരുക്കിയത്. മൂന്നാമത്തെ കാരണം, മധ്യേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണയും സ്വർണത്തിന് തിരിച്ചടിയായി. നാലാമത്തേത്, യൂറോ, യെൻ, പൗണ്ട് തുടങ്ങി ലോകത്തെ 6 മുൻനിര കറൻസികൾക്കെതിരെ US ഡോളർ ഇൻഡെക്സ് ശക്തി പ്രാപിച്ചു. ഇതോടെ സ്വർണം വാങ്ങുന്നത് ചെലവേറിയതായതും സ്വർണ്ണവിലയുടെ വീഴ്ചയ്ക്ക് വഴിയൊരുക്കി. അടുത്ത അഞ്ചാമത്തെ കാരണം, വെള്ളിയും വീണു. ഗോൾഡ് ETF-കൾക്ക് പുറമെ സിൽവർ ETF-ലേക്ക് ലാഭം എടുപ്പിന് സമ്മർദ്ദം ആഞ്ഞടിച്ചു. രാജ്യാന്തര വെള്ളിവില ഔൺസിന് $54 നിലവാരത്തിലേക്ക് നിന്ന് $48 ഇടിഞ്ഞു. കേരളത്തിൽ ഇന്ന് വെള്ളിവിലയും ഇടിയും. ഇനി വില ഇടിയുമോ? സ്വർണ്ണവില കനത്ത ചാഞ്ചാട്ടം നേരിടാനാണ് സാധ്യതയെന്ന് നിരീക്ഷകർ പറയുന്നു. US പ്രസിഡന്റ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത തെളിഞ്ഞിട്ടുണ്ട്. ലോകത്തെ 1ഉം 2ഉം സാമ്പത്തിക ശക്തികൾ തമ്മിലെ പിണക്കം മാറുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഓഹരി വിപണിക്കും ഉണർവാകും. ഇത് സ്വർണത്തിന് തിരിച്ചടിയാണ്. എന്നാൽ ഇരുവരും തമ്മിലെ ചർച്ചയിൽ സമവായില്ലെങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയും. സ്വർണം തിരിച്ചു കയറും. വ്യാപാര കരാർ യാഥാർത്ഥ്യമായില്ലെങ്കിൽ ചൈനയ്ക്ക് മേൽ നവംബർ 1 മുതൽ അധികമായി 155% ഇറക്കുമതി തീരുവ ഈടാക്കുമെന്ന് ട്രംപ് പറയുന്നു. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടുത്ത യോഗത്തിലും അടിസ്ഥാന പലിശ നിരക്ക് 0.5% കുറയ്ക്കാനാണ് സാധ്യത. പലിശ നിരക്ക് കുറയുന്നത് ഡോളറിന് തിരിച്ചടിയും സ്വർണത്തിന് നേട്ടവുമാകും. വെള്ളിക്ക് ലാഭമെടുപ്പ് സമ്മർദ്ദമുണ്ടെങ്കിലും വ്യാവസായിക മേഖലയിൽ നിന്ന് വൻ ഡിമാൻഡ് ഉണ്ടെന്നത് അനുകൂല ഘടകമാണ്. സോളർ എനർജി, ഇലക്ട്രിക് വാഹനം
AI നാണയം നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ വെള്ളിക്ക് വൻ ആവശ്യകതയുണ്ട്.